നെഹ്റു യൂത്ത് സെന്റർ, ദൃശ്യ ഫൈൻ ആർട്സ് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വെഞ്ഞാറമൂട്ടിൽ നവംബർ 26 മുതൽ നടന്നുവന്ന അഡ്വക്കേറ്റ് വെഞ്ഞാറമൂട് രാമചന്ദ്രൻ സ്മാരക പ്രൊഫഷണൽ നാടക മത്സരത്തിന് തിരശ്ശീല വീണു. ജെ അരുന്ധതി MLA ആണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അത്രയ്ക്ക് വളരെയധികം വിജയപ്രദവും അതുപോലെ തന്നെ വിജ്ഞാനപ്രദവുമായിരുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇനിയും വരുന്ന വർഷങ്ങളിൽ വളരെ ഗൗരവമായിട്ടും വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയും നടത്തുവാൻ ഈ സംഘാടകർക്ക്. മീര സാഹിബ് അധ്യക്ഷനായിരുന്നു. നാടക മത്സര വിജയികൾക്ക് സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് കോലിക്കോട് കൃഷ്ണൻ നായർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നാട്ടുകാരനും ചലച്ചിത്ര താരവുമായ വെഞ്ഞാറമൂട് സ്വരാജ് ആശംസാ പ്രസംഗം നടത്തി. ഡിസംബർ ജാനുവരി എന്ന് പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ പേടിയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷവും പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന താരങ്ങളെ കൊണ്ടുവരാമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെയൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ പച്ചയ്ക്ക് വിളിക്കുമെന്ന് എനിക്കറിയാം. ചലച്ചിത്ര താരങ്ങളായ പൃഥ്വിരാജ്, ജയസൂര്യ, ഗിന്നസ് ബക്രു എന്നിവരും നിരവധി ചലച്ചിത്ര സീരിയൽ താരങ്ങൾ പങ്കെടുത്തു. എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പൊക്കിക്കോ. പൊക്കുന്നുള്ള താഴെ. ഞാൻ കോമഡി ചെയ്യാത്തത് കൊണ്ട് കുഴപ്പമില്ല. കോമഡി ചെയ്തിരുന്നെങ്കിൽ പുള്ളീനെ താഴെയിട്ടേ. അപ്പൊ ഞാൻ അടുത്ത സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. എന്തായാലും എനിക്കിപ്പോ ഒരു പൊന്നാട അണിയിച്ചു. എന്റെ സൈസിന് അതിപ്പോ പുതപ്പായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ദുബായിൽ പ്രോഗ്രാമിന് ചെന്നപ്പോ ഒരു കുട്ടി 4 വയസ്സുകാരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ, ഞാനും നോക്കുന്നുണ്ട്. കാരണം കുട്ടികൾ അവരിൽ ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്നോട് ചോദിക്കാം, ഇങ്ങനെ നോക്കിയിട്ട് എത്രയിലാണ് പഠിക്കുന്നേ? അപ്പൊ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു, കാരണം മീശയൊക്കെ ഉണ്ട്, മുഖത്തിരി ഗൗരവമൊക്കെ ഉണ്ട് എന്റെ. അപ്പൊ ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, ഞാൻ മോൻ എത്രയില്ല? ഞാൻ LKG. ഞാൻ UKG ആന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് ഒരു ചെറിയ സംശയം. എന്നിട്ടും എന്തോ ഒരു പ്രത്യേകത നമ്മുടെ മുഖത്ത് കാണുന്നുണ്ട്. പിന്നെ നിനക്കെന്നെ ഒരു അച്ഛന്റെ മുഖം. അപ്പോ കുട്ടികളിൽ ഒരാളായിട്ടാണ് കാണുന്നത്. ഇത്രയേറെ കലാകാരന്മാരെ സ്നേഹിക്കുന്ന ഒരു നാട്ടിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. തീർച്ചയായിട്ടും. കാരണം വന്ന ഏരിയയിൽ മുഴുവനും സ്ക്രീൻ ഇട്ടേക്കാണ്, കാരണം ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേറെ കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിലേക്ക് വരാൻ പറ്റുക എന്ന് പറയുന്നത് അതാണ്. നസീർക്ക അല്ലെങ്കിൽ വെച്ച് പൊരിക്കായിരുന്നില്ല ഇവിടെ കിടന്ന്. എനിക്ക് വലിയൊരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണത്. കാരണം ഒന്ന്, എൻ്റെ ഗുരുനാഥൻ്റെ മുന്നിൽ ഒരു താരമായി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ എൻ്റെ സുഹൃത്ത് രാജുവും ഞാനും പൃഥ്വിരാജും ഞാനും കൂടി ആദ്യമായിട്ട് പങ്കിടുന്ന ഒരു ആദ്യത്തെ വേദി ഇത് തന്നെയാണ്. വളരെയധികം സന്തോഷം. എന്നെ ഈ വേദിയിൽ എനിക്ക് ഒരു പാർട്ടാകാൻ, ഒരു ഭാഗമാകാൻ സാധിച്ചത് എനിക്ക് ഈശ്വരൻ തന്ന ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സുരാജ് എന്നെ പറ്റിച്ചു. കാരണം സുരാജ് എന്നോട് പറഞ്ഞത് ചെറിയൊരു പരിപാടി വരി എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. ഇത് ഇത്രയും വലിയൊരു കലാ സാംസ്കാരിക മേളയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് ഈ പരിപാടി ഇത്രയും മനോഹരമാക്കി ഇവിടെ ഒരു, എനിക്ക് തോന്നുന്നു നമ്മുടെ തലസ്ഥാന നഗരം കാണുന്ന എല്ലാ കൊല്ലവും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടികളിലെ ഏറ്റവും വലിയ പരിപാടികളിൽ ഒന്നായി തന്നെ ഇതിവിടെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിച്ചു കൊള്ളട്ടെ. പൃഥ്വിരാജിന്റെ ഗാനാലാപനവും സദസ്സിന് ആനന്ദകരമായി. அது தொலைந்த இடம் என்னிடத்தையும் மறந்து விட்டேன் உந்தன் கால் கொலுசில் எந்தன் காதல் வந்து உன் காலடி தேடி வந்தேன். കോട്ടയം നസീറും സംഘവും അവതരിപ്പിച്ച കോമഡി ഷോ സദസ്സിനെ ചിരിപ്പിച്ചു. சின்னத்திரிகளில் வர்ண கோலங்கள் படைக்கும் உங்கள் தாஸ் டிவியில் இந்த இரவு ஹாலிவுட் சூப்பர் ஹிட் திரைப்படம் ஜுராசிக் பூங்காவனம் காணத் தவறாதீர்கள்.
പറയുക. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, കരാട്ടെ അത് ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ ഗാർഡിൽ പോയിട്ട് അത് ഞാൻ പഠിച്ചിട്ടേ ഇല്ല. ആകറിയാമോ നല്ല നാളെ തല്ലണം, അതൊരു കോമ്പറ്റീഷൻ ഗപ്പം നിൽക്കണില്ല. പിന്നെ ഞാൻ ഇടിച്ച് കുറച്ച് പന്നികളെ പഴം തെറിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ വീട്ടിലിട്ടുണ്ട്. വാട കാണിച്ചു. സ്റ്റേജ് ഷോയുടെ ഭാഗമായി സുദീപ് കുമാർ, കല്ലറ ഗോപൻ എന്നിവർ അവതരിപ്പിച്ച ഗാനമേള സമാപന ചടങ്ങിനെ സംഗീത സാന്ദ്രമാക്കി. മധുരി